മിടുക്കിയിൽ സ്ട്രെസ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഞങ്ങൾ സ്റ്റേജിൽ എത്തുമ്പോഴാണ് അറിയുന്നത്. ഞങ്ങളോട് പറഞ്ഞത് എന്താ, ഓക്കെ നെക്സ്റ്റ് ഒരു എപ്പിസോഡിൽ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടാവും. അതുവരെ ഫണ്ണായി പോയിരുന്ന എല്ലാ എപ്പിസോഡും അല്ലെങ്കിൽ എല്ലാ റൗണ്ട്സും ഭയങ്കര ഫൺ ആൻഡ് വേറെ രീതിയിലായിരുന്നല്ലോ. പേഴ്സണാലിറ്റി ബേസ് ചെയ്തിട്ടുള്ള റൗണ്ട്സ് ഉണ്ടെങ്കിൽ പോലും വേറെ തന്നെ രീതിയായിരുന്നു. ഇത് ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇപ്പൊ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലൊരു പേടിയുണ്ട്, അയ്യോ എന്താ സംഭവിക്കുന്നത്, ഇത് എനിക്ക് മാത്രമാണോ സംഭവിക്കുന്നത്, ഇവരെന്താ നമ്മളോട് ഇങ്ങനെ റിയാക്ട് ചെയ്യണേ എന്നൊക്കെയാണ് അന്ന് അപ്പോൾ എനിക്ക് തോട്ടിൽ പോയിരുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, അമ്മ, അച്ഛൻ, ശ്രീകുട്ടനായിരിക്കും എൻ്റെ മെയിൻ. ശ്രീകുട്ടൻ ഹസ്ബൻഡാണ്, അവനാണ് എൻ്റെ മെയിൻ ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ. എടാപോടാ ബന്ധം അവനായിട്ടാണ്. ഇപ്പൊ അത് കാണുമ്പോൾ നമുക്ക് അത്ര അങ്ങ് ദഹിക്കുന്നില്ല. ഒരു റിയാലിറ്റി ഷോയിൽ ഇത്രയും ക്രൂക്കഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് വരുമോ എന്നുള്ളൊരു ചോദ്യം മുന്നിൽ. സത്യം, ഞാൻ ശരിക്കും പറഞ്ഞ ടെലികാസ്റ്റ് കണ്ടിട്ടില്ല. പക്ഷെ ആ സ്റ്റേജിൽ, ഓൺ സ്റ്റേജ് അത് ജഡ്ജ് ചെയ്ത് ജഡ്ജസ് പറയുമ്പോഴാണ് അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു അത്. പക്ഷെ ആ സമയത്ത് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ പേടിയാ, ക്യാമറ പേടിയാ, നമ്മൾ എന്ത് പറയും, ഇത്രയും വലിയ ജഡ്ജസ് ഇരുന്ന് നമ്മൾ ഇങ്ങനെ ഫയർ ചെയ്തോണ്ടിരിക്കുമ്പോ കേട്ടിരിക്കുക എന്നുള്ളത്. അതില് മാലാപാർവതിയും സാബു ചേട്ടൻ ബിഗ് ബോസിൽ പിന്നെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു.